സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 3 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് നാളെ കൂടി തുടരും. നാളെ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. 3 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് മുന്നറിയിപ്പൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ ഈ 3 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. ഇവിടെ ഈ ഭാഗങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ ഒരു വിലക്ക് നാളെ കൂടി തുടരുമെന്നാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്ന വിവരം. നാളെ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്ന വിവരം. സ്വകാര്യ ബസ് ഉടമകളുടെ സംസ്ഥാനതല യോഗം ഇന്ന് തൃശൂരിൽ നടക്കും. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ യോഗമാണ് രാവിലെ 11 മണിക്ക് നടക്കുക. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, ഇന്ധനവില വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സ്വകാര്യ മേഖലയെ തകർക്കുമെന്നാണ് സംഘടനയുടെ നിലപാട്. സ്വകാര്യ മേഖലയ്ക്ക് അനുകൂലമായ സർക്കാർ നിലപാട് ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. സ്വകാര്യ ബസ് ഉടമകളുടെ സംസ്ഥാനതല യോഗമാണ് ഇന്ന് നടക്കുക. തൃശ്ശൂരിൽ വെച്ചാണ് ഈ യോഗം നടക്കുന്നത്. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. ഇന്നലെ ആയിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ KSRTCയിലെ സൗജന്യ യാത്രാ പ്രഖ്യാപനം ജൂൺ 15 മുതൽ നടപ്പിലാക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തിയത്. എന്തായാലും ഇത്തരത്തിൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടത്തുന്നതും ഇന്ധന വിലവർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യോഗത്തിൽ ചർച്ചയാകുന്നത്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സ്വകാര്യ മേഖലയെ തകർക്കുമെന്നൊക്കെയാണ് സംഘടനയുടെ നിലപാട്. ഇത്തരത്തിൽ സൗജന്യ യാത്ര നടത്തുമ്പോൾ KSRTCയിലായിരിക്കും ഭൂരിഭാഗം സ്ത്രീകളും യാത്ര ചെയ്യുക. ഇത് സ്വകാര്യ മേഖലയെ ഏറ്റവും കൂടുതൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇന്ധന പ്രതിസന്ധിയും വലിയൊരു വെല്ലുവിളിയായി തന്നെ ഈ ഒരു മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ 2 വിഷയങ്ങളും ഒക്കെ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യും. സ്വകാര്യ മേഖലയ്ക്ക് അനുകൂലമായ സർക്കാർ നിലപാടുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിലോട്ടൊക്കെ നീങ്ങാനും ഒക്കെ സാധ്യതയുണ്ട്. എന്തായാലും KSRTCയിലെ സൗജന്യ യാത്ര ഏറ്റവും കൂടുതൽ ബാധിക്കുക സ്വകാര്യ ബസ് ഉടമകളെയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാനതല യോഗം ചേരുക. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ യോഗമാണ് രാവിലെ 11 മണിക്ക് നടക്കുന്നത്.